പോലീസ് വളരെ വേഗത്തിലുള്ള നടപടിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ്, അതായത് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണോ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് SITക്ക് കൈമാറുക എന്നുള്ളതാണ്. SITക്ക് ഇന്ന് തന്നെ കൈമാറും. അതിനുശേഷം അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ ആരാണോ മൊഴി നൽകിയത് അവരുടെ ഒരു 164 സ്റ്റേറ്റ്മെന്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഭാവിയിൽ ഒരുപക്ഷെ ഇവർ മൊഴി മാറ്റുമോ എന്നൊരു ആശങ്ക ഈ പോലീസിനുണ്ട്. കാരണം പോലീസ് കേസുമായി നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കേസാണ്, അതുകൊണ്ട് തന്നെ അതിൽ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു ചാടിയ നടപടികളിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ വിശദമായ മൊഴിയെടുത്ത് കൂടുതൽ തെളിവെടുത്ത് സാഹചര്യ തെളിവ് അടക്കമുള്ള മൊഴിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതേ സമയം തന്നെ ഇതിൽ കുറ്റാരോപിതരായ ആളുകൾ, കേസ് ആർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത് അവരൊക്കെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സിദ്ദിഖ് നാളെ തന്നെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവിയെയും സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വേണോ അതോ ഹൈക്കോടതിയിൽ വേണോ എന്നുള്ള കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിന്നിരുന്നത്. മിക്കവാറും ഹൈക്കോടതിയിൽ തന്നെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവിയാണ് നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറ്റാരോപിതനായ VK പ്രകാശ്, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് നിലവിൽ വന്നിട്ടില്ല. VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. മറ്റാളുകളും പ്രധാനപ്പെട്ട അഭിഭാഷകരെ ഒക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ നിലവിൽ കേസ് വരാത്ത കുറ്റാരോപിതരായ ചിലരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഹൈക്കോടതിയിലെ ചില അഭിഭാഷകരെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കേസുകളുടെ ഒരു വലിയ കെട്ട് തന്നെ ഈ ഹൈക്കോടതിയിലേക്ക് അടക്കം വിവിധ കോടതികളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് രണ്ട് വിധത്തിലും, അതായത് പോലീസ് സംഘ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ഈ കുറ്റാരോപിതരായ ആളുകളൊക്കെ തന്നെ ഈ വിവിധ കോടതികളിലേക്ക് ആന്റിസിപ്പേറ്ററി ബെയിലുമായി മൂവ് ചെയ്യും എന്നുറപ്പാണ്. അത് മുകേഷ് ആയാലും ഇടവേള ബാബു ആയാലും മണിയമ്പിള്ള രാജു ആയാലും ഇവരെല്ലാവരും തന്നെ അത്തരത്തിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ കോടതിയിൽ പ്രധാനമായി ഉന്നയിക്കാൻ പോകുന്നത് ഇത്രയും വർഷം കഴിഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ആരോപണവുമായി വരുന്നതിന്റെ യുക്തി എന്ത് എന്നുള്ള കാര്യമാവും സ്വാഭാവികമായി അവർ ഉന്നയിക്കുക. പക്ഷേ പോലീസ് ആവട്ടെ ഇപ്പോൾ 376 കേസാണ്, ബലാത്സംഗ കുറ്റമാണ് ഇവർക്ക് എല്ലാവർക്കെതിരെ തന്നെ ചുമത്തിയിരിക്കുന്നത്. അത് നോൺ ബെയിലബിൾ ആണ്. അതിൽ ഈ തുടർ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ കോടതിയിൽ അടക്കം എത്തിയാൽ സർക്കാർ ഈ ജാമ്യാപേക്ഷയെ പൂർണ്ണമായി തന്നെ എതിർക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നമുക്ക് പറയുന്നത്. ബാക്കി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ടായിരിക്കുന്ന കേസുകളൊക്കെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലുള്ള തുടർ നടപടികളുടെ പ്രധാനപ്പെട്ട പിടിവള്ളിയാണ്. കാരണം സെപ്റ്റംബർ 10 കോടതിയിൽ കേസ് വരുമ്പോൾ സ്വാഭാവികമായും തങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ, ഉയർന്ന പരാതികൾ, അതിലെടുത്ത കേസുകളൊക്കെ തന്നെ സർക്കാരിന് കോടതി അറിയിക്കുക. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയല്ല ഈ കേസുകൾ വന്നിട്ടുള്ളത് എങ്കിൽ കൂടി സ്വാഭാവികമായും സർക്കാരിന് പ്രധാനപ്പെട്ട പിടിവള്ളിയാണ് തങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ, നടപടികളൊക്കെ തന്നെ സർക്കാരിന് പ്രധാനപ്പെട്ട പിടിവള്ളിയായി ഇത് മാറുകയും ചെയ്യുന്നത്.